വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് സെൽഫ് കോൺഫിഡൻസ്. സെൽഫ് കോൺഫിഡൻസ് എന്ന് പറയുന്നത് നമ്മളെ തന്നെ ബിലീവ് ചെയ്യുന്നതാണ്. ഒരാൾ പർട്ടിക്കുലർ കാര്യം ക്വിറ്റ് ചെയ്യുന്നതെന്ന് തോന്നുന്നു ആൾക്ക് സെൽഫ് കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ട് അയാൾ ആ ഒരു കാര്യത്തിൽ റിസൾട്ട് പോകുന്നത് ഫ്ലോ ആയെന്ന് നോക്കിയത്. സെൽഫ് കോൺഫിഡൻസ് എന്ന് പറയുന്നത് അത് ഷെയ്ഡ് ചെയ്താൽ ഒരു കാര്യം ചെയ്യാനുള്ള പാരഗ്രാഫ്സ് അവിടെ നമ്മൾ ഡൗട്ട് വരാം, ഫ്യൂവലാണെന്നും ഫെയിലിയേഴ്സിനെ എല്ലാം നമ്മൾ ലെസൺ കാണും. ഇതിനെയാണ് കോൺഫിഡൻസ് ചെയ്യുന്നത്. സോ സെൽഫ് കോൺഫിഡൻസ് എന്ന് പറയുന്നത് ഒരു അറഗൻസ് അല്ല, അത് നമ്മളെ തന്നെ ട്രസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ലോകം നിന്നെ ചിലപ്പം ഡൗട്ട് ചെയ്തേക്കാം, പീപ്പിൾ നമ്മളെ ജഡ്ജ് ചെയ്തേക്കാം, പക്ഷേ റിസൾട്ട് ചിലപ്പം പതിയെ വന്നേക്കാം. പക്ഷേ സെൽഫ് കോൺഫിഡൻസ് എപ്പോഴും ഒരാളുടെ കൂടെ കാണും, എവിടെയും പോകുന്നില്ല. നമ്മൾ നമ്മളെ തന്നെ ബിലീവ് ചെയ്യുമ്പോൾ മാത്രമേ ഫിയർ നമ്മളെ ബിലീവ് ചെയ്യുമ്പോൾ പേടി കുറയും. മുമ്പ് പറഞ്ഞ പോലെ ഫെയിലിയേഴ്സ് ലെസൺസ് ആവും. ആ ഒരു പ്രഷർ നമ്മുടെ സ്ട്രെങ്ത് ആണ്. ഇംഗ്ലീഷിലൊരു ലൈനുണ്ട്, അത് പറയുന്നത് ഇപ്രകാരമാണ്: കോൺഫിഡൻസ് does not come from winning, it comes from trusting yourself enough to try. അതായത് കോൺഫിഡൻസ് ഒരിക്കലും ജയിക്കുന്നതിൽ നിന്നല്ല, നമ്മൾ എത്രത്തോളം ട്രൈ ചെയ്തു, നമ്മൾ ആ ഒരു പർട്ടിക്കുലർ കാര്യം ചെയ്യാൻ വേണ്ടി നമ്മൾ ട്രൈ ചെയ്യുന്നു എന്നുള്ള വിശ്വാസത്തെയാണ് കോൺഫിഡൻസ് എന്ന് പറയുന്നത്.